ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് നോക്കുക, ഇൻ്റഗ്രേറ്റ് 3x² + 2x + 6. ഈ ഒരു അൾജിബ്രായിക് എക്സ്പ്രഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സിമ്പിളൊക്കെ ഇട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഇൻ്റഗ്രലിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക, 3x² + 2x + 6 dx എന്ന് എഴുതിയിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്പറും ഒരു x² ടേം ഇങ്ങനെ അൾജിബ്രായിക് ടേംസ് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്പറിനെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഈ കേസിലാണ് 3നെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി അവിടെ ഉള്ളത് എന്താണ്, x², ഇൻ്റഗ്രൽ x² dx. അടുത്ത ടേമിൽ വരുമ്പോൾ 2നെ പുറത്തേക്ക് എടുത്തു, ബാക്കി അവിടെ ഉള്ളത് എന്താണ്, x dx പ്ലസ് ഇവിടെ നമ്പർ മാത്രം വരുമ്പോൾ അതിൽ പുറത്തേക്ക് എടുക്കാനൊന്നുമില്ല. അപ്പോൾ അതെന്താണ്, ഇൻ്റഗ്രൽ 6 dx മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്, ഒരു കോൺസ്റ്റൻറ്റ് ടേം ഇൻറ്റു സം അൾജിബ്രായിക് ടേംസ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള x², x³ ഇതിനെ മാത്രം ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു ഇൻ്റഗ്രൽ x² dx പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ x dx പ്ലസ് നമ്പർ മാത്രം വരികയാണെങ്കിൽ അതിനെ പുറത്തേക്ക് എടുക്കാനൊന്നുമില്ല, ജസ്റ്റ് ആ ടേമിന് മാത്രം ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 3 ഇൻറ്റു ഇൻ്റഗ്രൽ x² എന്ന് പറയുന്നത് എന്താണ്, പവർ 2 ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, x⁻² + 1/2 + 1. ഇതാണ് എന്ത്, ഇൻ്റഗ്രൽ വരിക. അങ്ങനെയാണ് ഇവിടെ x⁻² + 1 എന്താണ്, 3 ആണ്, /3. അപ്പോൾ 3 ഇൻറ്റു x³ പ്ലസ് ഇനി അടുത്തത് 2 ഇൻറ്റു ഇവിടെ എത്രയാണ് പവർ വരുന്നത്, x മാത്രം വരികയാണെങ്കിൽ അവിടെ പവർ 1 ആണ്. അപ്പോൾ 1 കൂട്ടുമ്പോൾ എത്ര വരെ, x⁻²/2 പ്ലസ് ഒരു നമ്പറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇപ്പോൾ 6 ആണെങ്കിൽ 6x ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് നമുക്ക്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതുപോലൊരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്പറിൻ്റെ കൂടെ വേറൊരു ടേമും ഉണ്ടെങ്കിൽ നമ്പറിനെ പുറത്തേക്ക് എടുക്കുക, ബാക്കിയുള്ളത് ഇൻ്റഗ്രേഷൻ ചെയ്യുക. വെറും നമ്പർ മാത്രമാണെങ്കിൽ പുറത്തേക്ക് എടുക്കരുത്, ജസ്റ്റ് ആ നമ്പറിൻ്റെ ഇൻ്റഗ്രലാണെങ്കിൽ എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ 6 ആണെങ്കിൽ 6x ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ, 2 ആണെങ്കിൽ 2x ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ. ഓക്കെ, ഇതാണ് ഇത് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഒരു ടേമിൽ എക്സിന് പകരം വേറെ 2x 3x ഇങ്ങനത്തെ വന്നാൽ നമ്മൾ എങ്ങനെ അതിന് ഇൻ്റഗ്രേഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ e⁻²x dx, e⁻x ഇൻ്റഗ്രൽ എന്താ, e⁻x തന്നെ. പക്ഷേ ഇവിടെ നമുക്ക് വന്നത് e⁻²x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നത് എന്താണ്, e⁻²x ആണ്. ഇങ്ങനെ 2x 3x ഇങ്ങനത്തെ ടേംസ് വന്നാൽ ആദ്യം എന്താണ്, e⁻x ഉണ്ടെങ്കിൽ e⁻x ആണ്. അപ്പോൾ e⁻²x ഉണ്ടെങ്കിൽ e⁻2x എഴുതി ഡിവൈഡഡ് ബൈ എക്സിന് മുന്നിൽ നമ്പർ ഏതാണ്, ഇവിടെ 2 ആണ്, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നത്. sin 2x ഇൻ്റഗ്രലാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ sin 2x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, -cos 2x/2 + c. sin x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് -cos x ആണ്. അപ്പോൾ ഇവിടെ 2x വന്നതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 വരും. ഇനിയിപ്പോൾ 3x ആവുന്നതെങ്കിൽ എന്താ വരിക, ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്തത് വന്നത്, ഇൻ്റഗ്രൽ sec 3x × tan 3x dx = sec x tan x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sec x ആണ്, 3x ആണ് ഇവിടെ വന്നത്. അപ്പോൾ sec 3x ഡിവൈഡഡ് ബൈ 3 + c. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് തൊട്ടടുത്തുണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ tan x ഡെറിവേറ്റീവ് എന്താണ്, sec² x ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ടേമിന് ഇപ്പോൾ ഇവിടെ tan x ഡെറിവേറ്റീവ് ആണ് sec x. അപ്പോൾ tan x നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, u എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ u = tan x എന്ന് കൊടുത്തു. അതിനുശേഷം രണ്ട് സൈഡിൽ എന്താ ചെയ്യേണ്ടത്, ഡെറിവേഷൻ ചെയ്യുക, ഇവിടെയും ചെയ്യുക ഇവിടെയും ചെയ്യുക. അപ്പോൾ du/dx ഇത് കോമൺ ആണ്. അപ്പോൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ du/dx = tan x ഡെറിവേറ്റീവ് എന്താ, sec². അടുത്ത സ്റ്റെപ്പിൽ du അവിടെ തന്നെ വയ്ക്കുക, dx ഇങ്ങോട്ട് പോയപ്പോൾ ഇൻറ്റു അതാണ് sec²x dx. ഇനി നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം, ഇത്രയും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും കോമൺ ആയിരിക്കും, ഇത്രയും ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇനി ക്വസ്റ്റ്യനിക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു 3 സ്റ്റെപ്പ് എല്ലാത്തിൻ്റെയും കോമൺ ആയിരിക്കും. 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇൻ്റഗ്രൽ tan x പകരം എന്താണെന്ന് കൊടുക്കേണ്ടത്, u എന്ന് കൊടുക്കുക, sec²x dx അതിന് പകരം എന്ന് കൊടുക്കുക, du എന്ന് കൊടുക്കുക. നമുക്കറിയാം e⁻x ഇൻ്റഗ്രൽ എന്താണ്, e⁻x തന്നെയാണ്. അപ്പോൾ e⁻u ഇൻ്റഗ്രൽ എന്താ, e⁻u + c. ഇനി യുക്ക് നമ്മൾ
തിരിച്ച് എന്തെന്ന് കൊടുക്കണം? ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ കൊടുത്തതിനോട് ടാൻ എക്സ് ആണ്. അത് തിരിച്ച് ടാൻ എക്സ് എന്ന് കൊടുത്തതിന് ശേഷം മാത്രം ആൻസർ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഇനി ഡിവിഷൻ വന്നാൽ എന്താ യൂസ് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം 1 + sin x-നാണ് എന്ത് കൊടുക്കേണ്ടത്? u എന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, 1 + sin x-നാണ് എന്ത് കൊടുക്കേണ്ടത്? u എന്ന് കൊടുക്കേണ്ടത്. u = 1 + sin x എന്ന് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ du/dx = 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x ആണ്. 0 + cos x എന്താണ്? cos x തന്നെയാണ്. 0 + cos x cos x തന്നെയാണ്. അപ്പോൾ du/dx = cos x എന്ന് വരും. du മാത്രം അവിടെ വെച്ചു, cos x dx. അടുത്തത് ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുക. cos x dxൻ്റെ സ്ഥാനത്ത് എന്തെന്ന് എഴുതുക? du എന്ന് എഴുതുക. cos x dxൻ്റെ സ്ഥാനത്ത് du എന്ന് എഴുതുക. 1 + sin എന്ന് നമ്മൾ കൊടുത്ത u എന്നാണ്. അപ്പോൾ നമുക്കറിയാം 1/x dxൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? log x ആണ്. ഓക്കെ, log x ആണ് എന്ത്? 1/xൻ്റെ ഇൻ്റഗ്രൽ. 1/uൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? log u + c. log uക്കിന് എന്ത് കൊടുത്താൽ 1 + sin x എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് എന്ത്? ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇനി ഈ സെയിം സാധനം തന്നെ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇത്രയും വരുന്നതോട് വ്യത്യാസം ഇൻ്റഗ്രൽ 0 to π/2 cos x/1 + sin x dx. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ലിമിറ്റ് വന്നാലും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വേണം ഇതിന് ആദ്യം ഉപയോഗിക്കാൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് u എന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇവിടെ കൊടുത്തിട്ട് ആ ആൻസർ ഇപ്പോൾ നമുക്കറിയാം u = എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഈ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? log 1 + sin x ആണ്. അതിന് ലാസ്റ്റിന് എന്ത് കൊടുക്കുക? ഇവിടെ ലിമിറ്റ് വന്നതുകൊണ്ടാണ് π/2 0 കൊടുത്തത്. ലിമിറ്റ് ഇല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ആൻസർ. ലിമിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും വരെ ആൻസർ വെച്ച് നിർത്താം. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to π/2 cos x/1 + sin x dx ചോദിക്കുകയാണെങ്കിൽ ആദ്യം ആ u വെച്ചിട്ട് എല്ലാവരും ആൻസർ കണ്ടതിന് ശേഷം ലാസ്റ്റ് എന്തെന്ന് കൊടുക്കുക? π/2 ബ്രാക്കറ്റിൽ മുകളിൽ കൊടുക്കുക, താഴെ ലോവർ ലിമിറ്റ് 0 എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സിന് ആദ്യം എന്തെന്ന് കൊടുക്കുക? π/2 എന്ന് കൊടുക്കുക. മൈനസ് അടുത്തത് എക്സിന് എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? log 1 + sin x ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അതിന് ബ്രാക്കറ്റ് കൊടുത്തു, ലിമിറ്റ് എന്ത് കൊടുത്തു? 0ഉം π/2 എന്ന് കൊടുത്തു. ഇവിടെ log 1 + sin എക്സിന് ആദ്യം എന്തെന്ന് കൊടുക്കണം? π/2 എന്ന് കൊടുക്കണം. മൈനസ് log 1 + sin എക്സിന് ഇനി എന്ത് കൊടുക്കേണ്ടത്? 0. log 1 + sin π/2ൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണ് അവിടെ 1 വന്നത്. മൈനസ് log 1 + sin 0ൻ്റെ വാല്യൂ എന്താ പറയുക? 0 ആണ്. അപ്പോൾ log 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. മൈനസ് log 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. log 2 മൈനസ് log 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് sin π/2ൻ്റെ വാല്യൂ അറിയില്ലെങ്കിൽ ഈ മുകളിലത്തെ സ്റ്റെപ്പ് വരെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ലിമിറ്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക? ലിമിറ്റ് ബ്രാക്കറ്റിൽ അപ്പർ ലിമിറ്റ് മുകളിൽ ചെയ്താൽ താഴെ ലോവർ ലിമിറ്റ് ചെയ്താൽ എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 1 + cos x/x + sin x (2 dx). നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ പവർ വന്നെങ്കിൽ പോലും പവറിന് നമുക്ക് u എന്ന് കൊടുക്കരുത്. ജസ്റ്റ് ആ ടേമിന് മാത്രം, ഇപ്പോൾ എക്സ് പ്ലസ് സൈൻ എക്സിന് മാത്രം എന്തെന്ന് കൊടുത്താൽ മതി? u എന്ന് കൊടുത്താൽ മതി. u = x + sin x എന്ന് കൊടുക്കുക. du/dx എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ du = 1 + cos x dx എന്ന് കിട്ടും. മുകളിൽ നമുക്ക് 1 + cos x dxന് എന്തെന്ന് കൊടുക്കണം? du എന്ന് കൊടുക്കണം. ഡിവൈഡഡ് ബൈ uക്ക് എന്തെന്ന് കൊടുക്കണം? u² എന്ന് പറയാം. നമുക്കറിയാം 1/x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x⁻⁻1 എഴുതാൻ പറ്റും. 1/x-നെ x⁻⁻1 എഴുതാൻ പറ്റും. 1/x² നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x⁻2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് വന്നത് 1/u². 1 അവിടെ എഴുതില്ല, 1/u² ആണ്. അപ്പോൾ 1/u² എങ്ങനെ എഴുതാൻ പറ്റും? u⁻2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ u⁻2. അപ്പോൾ ഇനി ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ പവർ വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് കൂട്ടുക, അതേ ഡിവൈഡഡ് ബൈ ആ നമ്പർ തന്നെ. ഇപ്പോൾ ഇവിടെ -2 ആണ് വന്നത്. അപ്പോൾ u⁻2 + 1/-2 + 1 തരും പ്ലസ് c. u⁻2 + 1 എന്ന് പറയുന്നത് എത്രയാണ്? -1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ -1 + c. നേരത്തെ ചെയ്ത പോലത്തെ യുക്കിന് തിരിച്ചെന്ത് കൊടുക്കുക? x + sin x എന്ന് കൊടുക്കുക. (1/-1 + c). ഓക്കെ, ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്നത്. ഇൻ്റഗ്രൽ sec² x dx/√1 - tan² x dx. നേരത്തെ ക്വസ്റ്റ്യനിൽ മൊത്തത്തിലായിരുന്നു സ്ക്വയർ. ഓക്കെ, നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ x + sin x (2) ആണ്. അപ്പോൾ അതെന്ത് ചെയ്യാം? നമുക്ക് ആ മൊത്തത്തിൽ ആ ടേമിന് u എന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ
ടാനിന് മാത്രമേ ഉള്ളൂ സ്ക്വയർ. ടാനിന് ഡെറിവേറ്റീവ് ആണെന്ത് സീക്ക് സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യണം, യു എന്ന് പറഞ്ഞ ടാൻ എക്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഹോൾ സ്ക്വയർ വന്നിട്ടില്ല, ജസ്റ്റ് ടാനിന് മാത്രം വന്നതുകൊണ്ടാണ് യു ഈക്വൽ ടു എന്ന് കൊടുത്ത് ടാന് മാത്രം കൊടുത്തത്. 1 - ടാൻ എക്സ് ഹോൾ സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ യു ഈക്വൽ ടു 1 - ടാൻ എക്സ് നമുക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ടാൻ എക്സിന് മാത്രമാണ് സ്ക്വയർ വന്നത്. അപ്പോൾ യു ഈക്വൽ ടു ടാൻ എക്സ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, പവർ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് യു ഈക്വൽ ടു ടാൻ എക്സ് മാത്രം കൊടുക്കാം. ഇനി ഡി യു ബൈ ഡി എക്സ്, ബാക്കിയൊക്കെ സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഡി യു ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് നമ്മൾ എന്ത് കൊടുത്തു, ഡി യു എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - ടാൻ എക്സിന് നമ്മൾ എന്താണെന്ന് കൊടുത്തത് യു എന്നാണ്. അപ്പോൾ യു സ്ക്വയർ. ഇതൊരു റിസൾട്ടാണ്, ഇൻവേഴ്സിൻ്റെ ഒരു റിസൾട്ടാണ് എഴുതിയത്. അപ്പോൾ അതെന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് യു ആണ്. ഓക്കെ, റൂട്ട് ഓഫ് 1/√1 - x² dx എന്ന് പറയുന്ന റിസൾട്ടാണത്. ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് റിസൾട്ട്സിൻ്റെ എല്ലാം, അപ്പോൾ അത് നോക്കി പഠിക്കണം. അപ്പോൾ റൂട്ട് ഓഫ് 1/√1 - x² dxൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് യു എന്ന് വന്നു. സൈൻ ഇൻവേഴ്സ് യുക്ക് പകരം എന്തെന്ന് കൊടുത്തു, ടാൻ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ കാണാമെന്നാണ് പറയുന്നത്. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് എങ്ങനെ കാണാം, ടാൻ എക്സിന് നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് എഴുതാൻ വരും. കോസ് എക്സിനാണ് എന്ത് കൊടുക്കേണ്ടത്, യു എന്ന് കൊടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഡിനോമിനേറ്റർ ആണ് യു എന്ന് കൊടുക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. ഡി യു ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കൊടുത്തു. ഇവിടെ ഒരു മൈനസ് കുറവുണ്ടായതുകൊണ്ടാണ് എന്ത് കൊടുത്തത്, ഇവിടെ നിങ്ങൾക്കറിയാം സൈൻ എക്സ് ഡി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈൻ എക്സ് ഡി എക്സ് മാത്രം തരുമ്പോൾ മൈനസ് ഇങ്ങോട്ട് ഇവിടെ ഈ രണ്ട് മൈനസ് കൊണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഡി യു ബൈ യു ഈക്വൽ ടു എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു മൈനസ് കുറവുണ്ടായതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ടത് നമ്മൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് ഡി യു ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആണ് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ വെറും സൈൻ എക്സ് ഡി എക്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ഡി യു എന്ന് അതിനെ എഴുതണം. അപ്പോൾ മൈനസ് ഡി യു ബൈ യു ഈക്വൽ ടു 1/u ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ്, ലോഗ് യു ആണ്. അപ്പോൾ മൈനസ് ലോഗ് യു പ്ലസ് സി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ യു ഓൾറെഡി ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെ എഴുതാം, എ ലോഗ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് റേസ് ടു എ എന്ന് ഈ റിസൾട്ട് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. അങ്ങനെയാണ് ലോഗ് യു റേസ് ടു -1 എഴുതിയത്. പ്ലസ് സി ലോഗ് യുക്ക് പകരം എന്ന് കൊടുത്തു, കോസ് ഇൻവേഴ്സ് എന്ന് കൊടുത്തു. കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/cos x ആണ്. ലോഗ് 1/cos x എന്ന് പറയുന്നത് സീക്ക് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി നോട്ടിൽ എഴുതിയ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഇൻ്റഗ്രൽ കോട്ട് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. നേരത്തെ ചെയ്ത പോലെ തന്നെ യു ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കൊടുക്കുക. ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ്, ഡി യു ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ കോസ് എക്സ് ഡി എക്സിന് ഡി യു എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ യു ലോഗ് യു പ്ലസ് സി. അപ്പോൾ ലോഗ് യുക്ക് എന്തെന്ന് കൊടുത്തു, സൈൻ എക്സ് പ്ലസ് സി. ഓക്കെ, ആകെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ടാൻ എക്സ് മാത്രമാണ്. കോട്ടെക്സ് എല്ലാം എളുപ്പമാണ് ചെയ്യാൻ. ഇനി അടുത്തത് അതിൽ വരുന്നത് സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണാനാണ്. ഓക്കെ, സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ നമ്മൾ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തത്. പിന്നെ അതിന് ശേഷം നമുക്കറിയാം സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്, സീക്ക് സ്ക്വയർ എക്സ് ആണ്. അതാണ് ഇവിടെ എഴുതിയത്. സീക്ക് എക്സ് ഇൻറ്റു ടി എൻ എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ് തന്നെ എഴുതി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ യു ഈക്വൽ ടു എന്ന് കൊടുത്തു, സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് യു കൊടുത്തു, ഡി യു ബൈ ഡി എക്സ്. സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഡി യു ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. മുകളിലുള്ള ടേം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടി. ഈ ടേം എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് മുകളിലുള്ളത്. ഈ സെയിം ടേമാണ് നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ മുകളിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, ഡി യു ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഡി യു ബൈ യു ഈക്വൽ ടു എന്ന് പറയുന്നത് ലോഗ് യു ആണ്. ലോഗ് യു പ്ലസ് സി, ലോഗ് യുക്ക് എന്ന് കൊടുത്തു സീക്ക് എക്സ് ടാൻ എക്സ്. ആകെ വരുന്നത് ഇതിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്തു. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് എന്ത് വരുന്നത്, കൊസീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ വരുന്നത്. അവിടെ ഇൻറ്റു ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത് എന്തിനെ കൊണ്ടാണ്, കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ കൊസീക്ക് എക്സിൻ്റെ കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്, കൊസീക്ക് സ്ക്വയർ എക്സ്. അങ്ങനെയാണ് അവിടെ കൊസീക്ക് സ്ക്വയർ എക്സ് കിട്ടിയത്. മൈനസ് കൊസീക്ക് എക്സിൻ്റെ കോട്ട് എക്സ്, കൊസീക്ക് എക്സ് കോട്ട് എക്സ് അങ്ങനെ കിട്ടി, ഡിവൈഡഡ് ബൈ കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ്. ഇനി ഡിനോമിനേറ്റർ നമ്മൾ എന്ത് കൊടുത്തു, ഡിനോമിനേറ്ററിന് യു ഈക്വൽ ടു കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് എന്ന് കൊടുത്തു. ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി, മൈനസ് കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്.
ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതാണ് ഈ മൈനസ്. ഈ മൈനസ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഉള്ള മൈനസാണ്. കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കോസീക്ക് സ്ക്വയർ എക്സ്. ആ മൈനസുള്ളത് എന്താണ്? പ്ലസ് ആയതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് du/dx ഈക്വൽ ടു മൈനസ് കോസീക്ക് എക്സ് കോട്ട് എക്സ് പ്ലസ് കോസീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അതുതന്നെയാണ് നമ്മൾ എന്ത് du ഈക്വൽ ടു മൈനസ് കോസീക്ക് എക്സ് കോട്ട് എക്സ് പ്ലസ് കോസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഡി എക്സിനെ അങ്ങോട്ട് ഇൻറ്റു ചെയ്തതാണ്. ഇനി നമ്മളൊന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതിയതാണ്. അതായത് പോസിറ്റീവ് വരുന്നത് ഫ്രണ്ടിലായിട്ട് എഴുതിയെന്ന് മാത്രം. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ കോസീക്ക് സ്ക്വയറിന് എന്ത് എഴുതി? മുന്നിൽ എഴുതി. മൈനസ് കോസീക്ക് എക്സ് കോട്ട് എക്സ് ഇപ്പുറത്തേക്ക് എഴുതി. ജസ്റ്റ് ഒന്ന് ഓർഡർ മാറ്റിയിട്ട് എഴുതിയതാണ്. ഈ സെയിം ടേം തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ടേമിന് നമ്മൾ ഡി യു എന്ന് എടുക്കും. നോക്കിയാൽ മനസ്സിലാവും. ആ ടേമിന് എന്തെന്ന് കൊടുത്തു? ഡി യു എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ ലോഗ് യു പ്ലസ് സി. ലോഗ് യുക്ക് എന്തെന്ന് കൊടുത്തു? കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനിലാകെ വരുന്നത് നമുക്ക് ഒരു ടേമിന് ഡെറിവേറ്റീവ് തൊട്ടടുത്തുണ്ടെങ്കിൽ ആ ടേമിന് യു എന്ന് കൊടുക്കുക. ബാക്കി du/dx ഈക്വൽ ടു അതിൻ്റെ ഡെറിവേറ്റീവ് ഡി യു അവിടെ തന്നെ വെക്കുക. ഡി എക്സിന് അപ്പുറത്തേക്ക് ഇൻറ്റു ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് യുവിൻ്റെ ആ ടേമിന് സ്ഥാനത്തൊക്കെ യു എന്ന് കൊടുക്കുക. ബാക്കിയെല്ലാം കോമൺ ആണ് എല്ലാത്തിൻ്റെയും. പിന്നെ ഡിവിഷന് വരുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡിവിഷൻ വരുമ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യണം. അവിടെ സ്ക്വയർ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ ടേമിന് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ടാൻ സ്ക്വയർ വരികയാണെങ്കിൽ യു ഈക്വൽ ടു ടാൻ എക്സ് മാത്രം കൊടുത്താൽ മതി. എക്സ് പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ യു ഈക്വൽ ടു എക്സ് പ്ലസ് സൈൻ എക്സ് മാത്രം കൊടുത്ത്. ഇത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിന് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനിൽ ഇപ്പോൾ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് തൊട്ടടുത്ത് ഇല്ലെങ്കിൽ, ഓക്കെ, രണ്ട് വെവ്വേറെ ടേമാണ്, ഒരു കണക്ഷനും ഇല്ലെങ്കിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ യുവും വി രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറയുന്നത് യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് du/dx ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ് ഡി എക്സ്. ഇതാണ് എന്ത്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഇക്വേഷൻ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ യു എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടേമാണ്. യു എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. വി എന്ന് പറയുന്നത് രണ്ടാമത്തെ തേര്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വിൻ്റെ യുവിൻ്റെ സ്ഥാനത്ത് അതായത് ടേംസ് നമ്മൾ കൊടുക്കുക. യു എന്ന് പറയുന്നത് എക്സ് ആണ്. ഇൻ്റഗ്രൽ വി ഡി എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് യു എന്ന് പറയുന്നത് എക്സ് ആണ്. ഡി എക്സ് ബൈ ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. ഇനി നമ്മൾ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അങ്ങനെയാണ് ഇവിടെ 1 കിട്ടിയത്. 1 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. മൈനസ് ഇവിടെ 2 വന്നതുകൊണ്ടാണ് ഡയറക്റ്റ് പ്ലസ് ആക്കിയത്. 1 ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ വെറും കോസ് എക്സ് എന്ന് മാത്രമായത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ റൂൾ എന്തായാലും പഠിക്കണം. അപ്പോൾ ഇത്രയാണ് എന്ത്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്നത് ലോഗ് എക്സിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. ലോഗ് എക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് ലോഗ് എക്സ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റീറൈറ്റ് ചെയ്യണം. ചോദ്യത്തിന് ആദ്യം എന്ത് ചെയ്യണം? ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് റീറൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് റൂൾ യൂസ് ചെയ്ത് റീറൈറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം? ആ റൂൾ അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് ആദ്യം എഴുതാം. അപ്പോൾ യു എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോൾ വന്നാലും ഫസ്റ്റ് എടുക്കേണ്ടത് ഏതാണ്? ലോഗ് എക്സ് ആണ്. യു എന്ന് എടുക്കേണ്ടത് ലോഗ് എക്സ് ആണ്. ഇനി ആ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് du/dx എന്ന് പറയുമ്പോൾ ഡി ലോഗ് എക്സ് ബൈ ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഡി എക്സ് ഡി എക്സ്. ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2/2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ്. ഇവിടെ ഈ 2x ക്യാൻസൽ ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെയാണ് അവിടെ വെട്ടിപ്പോയത്. ഇവിടെ വെട്ടിപ്പോയി. ഇവിടുന്ന് ഒരു എക്സ് വെട്ടിപ്പോയി, മുകളിലത്തെ ഒരു എക്സ് വെട്ടിപ്പോയി. അങ്ങനെയാണ് അവിടെ ഒരു എക്സ് മാത്രം ബാക്കിയത്. അപ്പോൾ ലോഗ് എക്സിൻ്റെ എക്സ് സ്ക്വയർ മൈനസ് ഇൻ്റഗ്രൽ എക്സ് ബൈ 2 ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ ഇപ്പോൾ ഇവിടെ ബൈ 2 ആണ്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തപ്പോഴാണ് എന്ത് വന്നത്? ഇവിടെ 1/2 എന്ന് എഴുതിയത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബൈ 3 ആയിരുന്നെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? 1/3 ആയിരിക്കും. ബൈ 2 എന്നതുകൊണ്ട് പുറത്തേക്ക് എടുത്തപ്പോൾ 1/2 എന്ന് എഴുതി. ബാക്കി അവിടെ വരുന്നത് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലോഗ് എക്സിൻ്റെ എക്സ് സ്ക്വയർ മൈനസ് 1/2. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഓക്കെ, അപ്പോൾ ലോഗ് എക്സ് വരുമ്പോൾ ഇത്രയും കാര്യം ചെയ്ത് ലോഗ് എക്സ് ആണ് യു ആയിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ ടേമാണ് എക്സ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്നൊക്കെ വരുന്നത്. ഇനി അടുത്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ 1 to 2 1 മുതൽ 2 വരെ ലോഗ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോഗ് എക്സിന് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ചെയ്യണം. ലോഗ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമതൊരു ടേം ഇല്ല. അപ്പോൾ രണ്ടാമതൊരു ടേം നമ്മളായിട്ട് എടുക്കുന്നത് 1നെയാണ് എന്താ ചെയ്യണത്?
രണ്ടാമത്തെ ടേമായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ 2 ടേം ഉണ്ടാവണം. അപ്പോൾ ലോഗ് എക്സ് മാത്രം വരികയാണെങ്കിൽ എപ്പോഴും രണ്ടാമത്തെ ടേമായിട്ട് എടുക്കേണ്ടത് എന്താണ്? 1 ആണ്. ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എക്സ് തന്നെ. ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത് ലോഗ് എക്സ് തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ടേമായിട്ട് എടുക്കുന്നത് 1 ആയിട്ട് എടുത്തത്. യു എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്, വി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx മൈനസ് എല്ലാം അതേപോലെ തന്നെ ആ റൂൾ വെച്ച് എഴുതിയതാണ്. 1 ഇൻ്റഗ്രൽ എക്സ് ആണ്, അങ്ങനെ ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഒരു 1/x ആണ്. 1 ഇൻ്റഗ്രൽ എക്സ് ആയതുകൊണ്ട് വി ഡു എക്സ്. എക്സോടെ ക്യാൻസൽ ചെയ്ത് പോയി. ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വെട്ടിപ്പോയി, ബാക്കി അവിടെ 1 ഉള്ളത്. 1 ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ആണ്. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്. ഇപ്പോൾ അവിടെ ലിമിറ്റ് ഇല്ലെങ്കിൽ ഇത്രയാണ് ആൻസർ. ഓക്കെ, ലിമിറ്റ് ഇല്ലെങ്കിൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡി എക്സ്, ഇതാണ് എന്ത് ആൻസർ വരിക. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യന് 1 മുതൽ 2 വരെ ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രലാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ആ ലിമിറ്റ് ബ്രാക്കറ്റിൻ്റെ മുകളിൽ അപ്പർ ലിമിറ്റ് ഇടാം, താഴെ ലോവർ ലിമിറ്റ് ഇടാം. ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്, അത്രയാണ് ആൻസർ വരിക. അപ്പോൾ ലിമിറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ മുകളിൽ അപ്പർ ലിമിറ്റ് ചെയ്ത് താഴെ ലോവർ ലിമിറ്റ്. ഇനി ആദ്യം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എക്സിന് ആദ്യം ഏത് വാല്യൂ എന്ന് കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്. അപ്പോൾ ലോഗ് 2 ഇൻറ്റു 2 മൈനസ് 2 അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ലോഗ് ഇനി എന്ത് കൊടുക്കണം? ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോഗ് 1 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1. ഇത്രയാണ് ആൻസർ. ഇതിൻ്റെ ഫൈനൽ ആൻസർ ഇത്ര എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ലോഗ് വരുമ്പോൾ ഫസ്റ്റ് ലോഗാണ് എന്ത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് ട്രിഗ്നോമെട്രീൻ്റെ ചില റിസൾട്ട് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഓൾറെഡി കോസ് എ ഇൻറ്റു സൈൻ ബി ഈക്വൽ ടു എന്താണ് 1/2 സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി, ഈ ഒരു ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ കോസ് 4x ഇൻറ്റു സൈൻ 2x dx ആ റിസൾട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്? എ എന്ന് പറയുന്നത് 4x ആണ്. ഇതാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഇതാണ്. 1/2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് വെച്ച് പറയുമ്പോൾ എന്താണ്? എ എന്ന് പറയുന്നത് 4x പ്ലസ് 2b, 4x പ്ലസ് 2x മൈനസ് സൈന് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? 4x മൈനസ് 2x. ഇവിടെ 1/2 നമ്മൾ പുറത്തേക്ക് എടുത്തു. ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1/2 പുറത്തേക്ക് എടുത്തു. സൈന് 4x പ്ലസ് 2x എന്താണ്? 6x മൈനസ് സൈന് 4x മൈനസ് 2x എത്രയാണ്? 2x. അങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിന് ശേഷം നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുക. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ 6x എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് അല്ലാതെ വേറെ എന്ത് വന്നാലും ഡിവൈഡഡ് ബൈ എ നമ്പർ ചെയ്യണത്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ കോസ് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ സൈൻ 6x ആണ്. അപ്പോൾ ഇനി അത് എന്താ വരിക? മൈനസ് കോസ് 6x ബൈ 6 മൈനസ് ഇവിടെ ഓൾറെഡി ഇല്ല മൈനസാണ് എഴുതിയത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ ഓൾറെഡി ഇല്ല മൈനസാണ് എഴുതിയത്. ഇനി സൈൻ 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് 2x ബൈ 2. മൈനസ് മൈനസ് വന്നപ്പോൾ ഇല്ല പ്ലസ് ആണ് അവിടെ എഴുതിയത്. 1/2 മൈനസ് കോസ് 6x ബൈ 6 പ്ലസ് കോസ് 2x ബൈ 2 പ്ലസ്, ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഈ റിസൾട്ട് വെച്ച് ചെയ്യുന്നതാണ് എഴുതിയത്. ഇനി അടുത്തത് വരുന്നത് ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ട്രിഗ്നോമെട്രി റിസൾട്ടാണ്. കോസ് സ്ക്വയർ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് കോസ് 2x ബൈ 2 എന്ന് എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 1/2 അതാണ്. ബാക്കി അവിടെ വരെ 1 പ്ലസ് കോസ് 2x ബൈ 2 ആണ്. അപ്പോൾ 1 ഇൻ്റഗ്രൽ എക്സ് ആണ്. കോസ് 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ 2x ബൈ 2. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് സാധാ ബേസിക്കായിട്ട് ഇൻ്റഗ്രേഷൻ, അതായത് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ വരികയാണെങ്കിൽ അതിലെങ്ങനെ ചെയ്യണമെന്നാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു ടേമിനൽ ഡെറിവേറ്റീവ് തൊട്ടടുത്തുണ്ടാകുമ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. ഡിവിഷൻ വരുമ്പോൾ ഓൾമോസ്റ്റ് എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാം. ഒരു ടേമിനൽ ഡെറിവേറ്റീവ് തൊട്ടടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടും വെവ്വേറെ ടേം ആണെങ്കിലൊക്കെ എന്ത് യൂസ് ചെയ്യാം? നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക. ലോഗ് എക്സ് വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. ഇനി ലിമിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇനിയിപ്പോൾ ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തതിന് ശേഷം ഇൻ്റഗ്രൽ കണ്ടതിന് ശേഷം ലാസ്റ്റാണ് എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് എന്ത് ചെയ്യേണ്ടത്? ലിമിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ലിമിറ്റ് തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ ആൻസർ മാത്രം എഴുതാം. ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എക്സിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ടത്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം.